KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആദർശ കേരളത്തിന്റെ യുവസംഘടനയായ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് പുതിയ സാരഥികൾ. ബാർ കോഴക്കേസിൽ ആരോപണ വിധേയനായ മന്ത്രി കെ ബാബു രാജിവെച്ചു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോടിയേരിയും ശിവൻകുട്ടിയുമെന്ന് ബാബു. കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൊയ്ത് മർക്കസ് കാശ്മീരി വിദ്യാർത്ഥികൾ. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന വിസ്ഡം എക്സലൻസി ടെസ്റ്റ് നാളെ. സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോടും പാലക്കാടും തമ്മിൽ കനത്ത പോരാട്ടം. പ്രവർത്തനം കാശ്മീരിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഭീകരവാദ സംഘടനയായ IS. വാർത്തകൾ വിശദമായി. ബാർ കോഴക്കേസിൽ കേസെടുക്കണമെന്ന വിജിലൻസ് കോടതി ഉത്തരവിന് പിന്നാലെ എക്സൈസ് മന്ത്രി കെ ബാബു രാജിവെച്ചു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തിയാണ് രാജി പ്രഖ്യാപിച്ചത്. കോടതി വിധി വന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ രാജിസന്നദ്ധത അറിയിച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയെന്നും ബാബു പറഞ്ഞു. തനിക്കെതിരെ CPM MLA ശിവൻകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ബാറുടമകളും ഗൂഢാലോചനകളിൽ പങ്കെടുത്തു. 2015 ഡിസംബർ 15 7 മണിക്കാണ് ശിവൻകുട്ടിയുടെ വീട്ടിൽ ഗൂഢാലോചന നടന്നത്. ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയാൽ തെളിയിക്കാനാവും. മാന്യതയുടെ പേരിലാണ് ഇക്കാര്യം മുമ്പ് വെളിപ്പെടുത്താതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ CPM ബിജു രമേശ് ഗൂഢാലോചനയുടെ രക്തസാക്ഷിയെന്ന് കെ ബാബു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ബിജു അടക്കം ബാറുടമകളുമായി ഗൂഢാലോചന നടത്തിയെന്നും ബാബു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരാളിൽ നിന്നും ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗജന്യം, എനിക്ക് അർഹതയില്ലാത്ത ഒരു സൗജന്യം പറ്റിയെന്ന് ഈ കാലത്തിനിടയിൽ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല, ഇനിയും പറയാനും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ ചില ആരോപണങ്ങൾ മറ്റു ചിലർക്കെതിരായിട്ടും വന്നു. ഇപ്പൊ ചക്കിട്ടുപാറ കേസ്, ആ ചക്കിട്ടുപാറ ആരോപണത്തിൽ ഇതിനേക്കാൾ വളരെ സുവ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഉണ്ടായിരുന്നത്. ഇതേ വിജിലൻസ് തന്നെയാണ് അത് പരിശോധിച്ച് കേസ് റഫർ ചെയ്തത്, ചക്കിട്ടുപാറ കേസിൽ. അതുപോലെ തന്നെ മുൻ ധനകാര്യമന്ത്രിയുടെ പേരിൽ, മനസ്സാറല്ല, കഴിഞ്ഞ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രിയുടെ പേരിലും ഒരു ആരോപണമുണ്ടായി. അതും ഇതേ വിജിലൻസ് തന്നെ അന്വേഷിച്ചിട്ടാണ് അത് റഫർ ചെയ്തത്. അല്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. ഇതിനകത്ത് വ്യക്തിപരമായി ഞാനെടുത്തൊരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനം ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എല്ലായിടത്തും രാജിവെക്കണമെന്നുള്ള യാതൊരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ രാജ്യസന്നദ്ധത ബന്ധപ്പെട്ട നേതാക്കന്മാരോടും മുഖ്യമന്ത്രിയോടും മറ്റു നേതാക്കന്മാരോടും അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ട് ഞാൻ രാജിവെക്കുകയല്ല. അങ്ങനെ തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഇത് ഞങ്ങള് സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയ മദ്യനയത്തിന്റെ പേരിൽ നഷ്ടമുണ്ടായ ആളുകൾ CPMുമായിട്ട് ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് ഞാൻ എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ബാർ കോഴക്കേസിൽ സർക്കാരിനും വിജിലൻസിനുമെതിരെയാണ് തൃശൂർ വിജിലൻസ് കോടതി രൂക്ഷ വിമർശനം നടത്തിയത്. മന്ത്രി കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഫെബ്രുവരി 22-നകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചെയ്യണമെന്നും കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞിരുന്നു. മന്ത്രി ബാബുവിന് കോഴ കൊടുത്തിട്ടുണ്ടെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മലയാളവേദി പ്രസിഡന്റ് ജോർജ് വട്ടുകുളം നൽകിയ പരാതിയിലാണ് വിജിലൻസ് ജഡ്ജ് SS വാസന്റെ ഉത്തരവ്. കോഴ കൊടുത്തുവെന്ന് സ്വയം സമ്മതിച്ച ബിജു രമേശിനെതിരെയും കേസെടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ ആലുവ മുട്ടംയാർഡിൽ മെട്രോ റെയിലിന്റെ പരീക്ഷണ ഓട്ടം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെട്രോ ട്രയൽ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് സർക്കാർ നിശ്ചയിച്ചതിനു മുമ്പേ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച DMRC ഉപദേഷ്ടാവ് E. ശ്രീധരനെയും KMRLC MD ഏലിയാസ് ജോർജിനെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ശ്രീ ശ്രീധരനോട് ചോദിച്ചു, ശ്രീ ഏലിയാസ് ജോർജിനോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു,
ഈ 2016 തന്നെ ഇവിടെ സർവീസ് നടത്തത്തക്ക വിധത്തിൽ ഇത് സജ്ജമാക്കും. അടുത്ത കേരള പിറവിക്ക് 16 നവംബർ 1 ഇവിടെ മെട്രോ റെയിൽ ഓടി ഈ നാടിന്റെ പ്രതീക്ഷയ്ക്കൊത്തുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങുക. മുട്ടത്തെ വൈദ്യുതീകരിച്ച ട്രാക്കിൽ 900 മീറ്റർ ദൂരമായിരുന്നു പരീക്ഷണ ഓട്ടം. മണിക്കൂറിൽ 5 കിലോമീറ്റർ ദൂരമാണ് പരീക്ഷണ ഓട്ടത്തിന്റെ വേഗപരിധി. ഫെബ്രുവരി അവസാനത്തോടെ മെയിൻ ട്രാക്കിൽ പരീക്ഷണ ഓട്ടം തുടങ്ങുമെന്ന് DMRC ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. ഏപ്രിൽ മാസത്തോടെ ആലുവ പാലാരിവട്ടം റൂട്ടിൽ പരീക്ഷണ ഓട്ടം തുടങ്ങും. ജൂൺ മാസത്തോടെ അത് മഹാരാജാസ് കോളേജ് വരെ നീട്ടും. After completing the trials here, take the train onto the main track by end of February. That is our aim. And the next stage would be completing all the works between Alvai and Palarivattam, a distance of 13 kilometers, which we used to complete by end of April. അതേസമയം ആലുവ മുതൽ പാലാരിവട്ടം വരെ മാത്രമാക്കി ചുരുക്കാതെ മുൻ നിശ്ചയിച്ച മുഴുവൻ ദൂരത്തെയും മെട്രോ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കണമെന്ന് CPM-നെ പ്രതിനിധീകരിച്ച് സംസാരിച്ച S. ശർമ്മ MLA ആവശ്യപ്പെട്ടു. പ്രവർത്തനം കാശ്മീരിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഭീകരവാദ സംഘടനയായ IS. വിശദമായ റിപ്പോർട്ടിലേക്ക്. അധികം വൈകാതെ കാശ്മീരിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രസ്താവിച്ചു. സംഘടനയുടെ ഓൺലൈൻ മുഖമാസികയായ ദാബിക്കൽ തെഹ്രീക്ക് താലിബാന്റെ മുൻ നേതാവായ ഹഫീസ് സയ്യിദ് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. തെഹ്രീക്ക് താലിബാനിൽ നിന്ന് IS-ലേക്ക് എത്തിയ ഇയാൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനും തുർക്ക്മെനിസ്ഥാൻ, ഇന്ത്യ, ചൈന മേഖലകളിലെ IS തലവനാണിപ്പോൾ. തുർക്ക്മെനിസ്ഥാനും കാശ്മീരും മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. എന്നാൽ മതേതരായ പശുവിനെ ആരാധിക്കുന്ന ഹിന്ദുക്കളും നിരീശ്വരരായ ചൈനക്കാരും ഇത് അട്ടിമറിച്ചുവെന്നും സയ്യിദ് പറഞ്ഞു. ഖലീഫയുടെ പുനഃസ്ഥാപനവും പൂർവ്വ ഏഷ്യയിലേക്കുള്ള IS-ന്റെ വ്യാപനത്തിന്റെ പ്രാധാന്യവും സയ്യിദ് പറയുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം കാശ്മീർ പ്രശ്നത്തിൽ സ്വന്തം സൗകര്യത്തിന് അനുസൃതമായി തങ്ങളുടെ നയം മാറ്റുകയാണെന്നും സയ്യിദ് കുറ്റപ്പെടുത്തി. ലഷ്കർ-ഇ-ത്വയ്യിബക്ക് കാശ്മീരിൽ സ്വാധീനമില്ലെന്നും എന്നാൽ അവിടെ വലിയ അവസരമുണ്ടെന്നും അള്ളാഹുവിന്റെ മതം അവിടെ സ്ഥാപിക്കണമെന്നും IS-നെ വ്യാപിപ്പിക്കുമെന്നും സയ്യിദ് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൊയ്ത് മർക്കസ് കാശ്മീരി വിദ്യാർത്ഥികൾ. ഇവർക്ക് സ്കൂൾ കലോത്സവത്തിന്റെ നിറങ്ങൾ പരിചയമില്ല. സദാസമയം മുഴങ്ങിക്കേൾക്കുന്നത് കലാപത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ആരവങ്ങൾ മാത്രം. വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ പഠനത്തിനായി എത്തിയ ഇവർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയത് അഭിമാനാർഹമായ വിജയം. ജമ്മുവിലെ പുഞ്ച് സ്വദേശിയായ മഹ്മൂദ് അഹമ്മദ്, കാശ്മീർ ബാരമുള്ള സ്വദേശിയായ ത്വാഹിർ സുൽത്താൻ, കാശ്മീർ ബഡ്ഗാം സ്വദേശിയായ സാബിത്തുള്ള നജാർ, ഉത്തർപ്രദേശ് രാംപൂർ സ്വദേശിയായ മെഹറാജ് അഹമ്മദ് എന്നിവരാണ് കലോത്സവത്തിൽ താരങ്ങളായത്. ഹൈസ്കൂൾ വിഭാഗം ഉറുദു പ്രസംഗം, ഹയർ സെക്കൻഡറി വിഭാഗം കഥാരചന, കവിതാരചന, ഉപന്യാസം എന്നീ ഇനങ്ങളിലാണ് ഈ 4 സംഘം മത്സരിച്ചത്. ഉറുദു പ്രസംഗത്തിൽ മഹ്മൂദ് അഹമ്മദും ഉറുദു കവിതാരചനയിൽ ത്വാഹിർ സുൽത്താനും ഉറുദു പ്രസംഗത്തിൽ മെഹറാജ് അഹമ്മദും നേടിയത് ഫസ്റ്റ് A ഗ്രേഡാണ്. ഉറുദു കഥാരചനയിൽ സാബിത്തുള്ള നജാർ സെക്കൻഡ് A ഗ്രേഡ് കരസ്ഥമാക്കി. അഴിമതിയുടെ വ്യാപനം എന്നതായിരുന്നു പ്രസംഗ മത്സര വിഷയം. എന്റെ ദേശത്തിലെ വിചിത്ര സംഭവം എന്നതായിരുന്നു കഥാരചനയ്ക്ക് നൽകിയ വിഷയം. കവിതയ്ക്ക് എന്റെ അമ്മ എന്നും ഉപന്യാസരചനയ്ക്ക് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്നും വിഷയം നൽകി. ത്വാഹിറിന് കഴിഞ്ഞ തവണ നടന്ന സംസ്ഥാന കലോത്സവത്തിലും ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ചിരുന്നു. കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇവർ. മഹ്മൂദ് അഹമ്മദ് 8ാം തരത്തിലും ത്വാഹിർ സുൽത്താൻ +1-നും സാബിത്തുള്ള +2-നും മെഹറാജ് +1-നുമാണ് പഠിക്കുന്നത്. ഇവരുടെ പഠനച്ചെലവ് മുഴുവൻ വഹിക്കുന്നത് മർക്കസാണ്. കേരളത്തിൽ നടക്കുന്നതുപോലെയുള്ള ഇത്തരം കലോത്സവങ്ങൾ കാശ്മീരിൽ നടന്നിരുന്നുവെങ്കിൽ വർഗീയ കലാപങ്ങളും വെടിയൊച്ചകളും തങ്ങളുടെ ജന്മനാട്ടിൽ അരങ്ങേറുകയില്ലായിരുന്നുവെന്ന് കലോത്സവ നഗരിയിൽ വെച്ച് കുട്ടികൾ പറഞ്ഞു. മഞ്ഞുമലകൾ തീർക്കുന്ന കൊടും തണുപ്പിൽ കലാപ്രവർത്തനങ്ങൾ അപ്രാപ്യമായി തീർന്നിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉറുദു അധ്യാപകൻ PKC മുഹമ്മദിന്റെ ശിക്ഷണത്തിലാണ് ഇവർ ഉറുദു സാഹിത്യത്തിൽ നൈപുണ്യം നേടിയത്. 2004 മുതലാണ് കാശ്മീരിൽ നിന്നും കാരന്തൂർ മർക്കസിലേക്ക് കുട്ടികൾ പഠനത്തിന് എത്താൻ തുടങ്ങിയത്. കാശ്മീരിൽ ഉടലെടുത്ത വർഗീയ കലാപങ്ങളും കൊടിയ ദാരിദ്ര്യവും കാരണം അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കുട്ടികളെ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. കാശ്മീരിൽ നിന്ന് വന്ന കുട്ടികൾ ഇപ്പോൾ കോഴിക്കോട് ഫാറൂഖ് കോളേജിലും NIT-യിലും പഠനം നടത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾ കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ചുവരുന്നത് കാരണം ഉറുദു മത്സരവേദികളിൽ പലപ്പോഴും അനുഭവപ്പെടുന്നത് കടുത്ത മത്സരമാണെന്ന് PKC മുഹമ്മദ് പറഞ്ഞു.
സംസ്ഥാന സ്കൂൾ കലോത്സവം 4 ദിവസം പിന്നിടുകയും പകുതിയിലേറെ ഇനങ്ങൾ പൂർത്തിയാവുകയും ചെയ്തപ്പോൾ കോഴിക്കോട് മുന്നിലെത്തി. വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന പ്രക്രിയ തിരുവനന്തപുരത്തും ആവർത്തിക്കുമോ എന്നതിന്റെ സൂചന കൂടിയാണിത്. ആദ്യ ദിനങ്ങളിൽ മുന്നേറുന്ന പാലക്കാട് സ്വർണ്ണക്കപ്പിനടുത്തേക്കെത്തുമ്പോൾ കോഴിക്കോടിന് പിന്നിലാകുന്നത് പതിവ് കാഴ്ചയാണ്. കണ്ണൂർ 3-ാം സ്ഥാനത്തും എറണാകുളം 4-ാം സ്ഥാനത്തുമുണ്ട്. ആദ്യ ദിവസം മുതൽ പാലക്കാടും കോഴിക്കോടും തമ്മിൽ ആരംഭിച്ച മത്സരം മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഇന്നലെയും. എന്നാൽ വൈകിട്ടോടെ രണ്ടാമതായിരുന്ന കോഴിക്കോട് ഒന്നാമതെത്തി. ആകെയുള്ള 232 ഇനങ്ങളിൽ 159 എണ്ണത്തിന്റെ ഫലം വന്നപ്പോഴാണിത്. 73 ഇനങ്ങൾ നടക്കാനിരിക്കെ മാറിമറിയലിന് സാധ്യത ഏറെയാണ്. അതേസമയം അപ്പീൽ പ്രവാഹവും പരാതികളും 5-ാം ദിവസം തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി വരെ എത്തിയത് 700 അപ്പീലുകളാണ്. അതിൽ 440 ലോകായുക്തയും വിവിധ കമ്മീഷനുകളും വഴി വന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി. 14 പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ആദർശ കേരളത്തിന്റെ യുവസംഘടനയായ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് പുതിയ സാരഥികൾ. SYSന്റെ സംസ്ഥാന പ്രസിഡന്റായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയും ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ മജീദ് കക്കാടിനെയും ഫിനാൻസ് സെക്രട്ടറിയായി CP സേതലവി മാസ്റ്റർ ചെങ്ങരയെയും തിരഞ്ഞെടുക്കപ്പെട്ടു. SYS പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നലെ നാടുകാണി അൽമക്രിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സമാപിച്ചു. ഇന്നലെ പട്ടുവും KP അബൂബക്കർ മുസ്ലിയാർ പതാക ഉയർത്തി. ലിയാ ഉൽ മുസ്തഫ സെയ്ദ് ഹാമിദ് കോയമറ്റങ്ങൾ പ്രാർത്ഥന നടത്തി. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്ത കേന്ദ്ര മുഷാവറ ട്രഷറർ ചിത്താരി ഹംസ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ആദർശം, സംഘടന, നയനിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് നടന്ന പഠന സെഷനുകൾക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, സുലൈമാൻ സഖാഫി മാളിയേക്കൽ നേതൃത്വം നൽകി. മജീദ് കക്കാട്, മുഹമ്മദ് പറവൂർ, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നീലഗിരി ജില്ല ഉൾപ്പെടെ 15 ജില്ലകളിൽ നിന്നായി 244 അംഗങ്ങൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് 2016-2019 പ്രവർത്തന കാലയളവിലേക്കുള്ള പുതിയ സാരഥികളുടെ തിരഞ്ഞെടുപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിയന്ത്രിച്ചു. വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള മാനസിക ഐക്യവും പൊരുത്തവും തകർത്ത് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനും അതുവഴി സാമുദായിക ധ്രുവീകരണമുണ്ടാക്കാനും ശ്രമിക്കുന്നവർ ഇന്നാടിനോടും ജനങ്ങളോടും ചെയ്യുന്ന കൊടിയ അപരാധമാണെന്ന് SYS സംസ്ഥാന വാർഷിക സമ്മേളനം മുന്നറിയിപ്പ് നൽകി. സാമൂഹികമായും സാംസ്കാരികമായും വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മതസമുദായങ്ങൾ തമ്മിൽ പാരസ്പര്യവും സ്നേഹാദരവുകളും കാത്തുസൂക്ഷിച്ചു പോന്ന കേരളത്തിന്റെ സവിശേഷ പാരമ്പര്യത്തെ അപകടത്തിലാക്കും വിധം വിദ്വേഷവും അസഹിഷ്ണുതയും വളർത്താൻ ചില ശക്തികൾ നടത്തുന്ന നീക്കങ്ങളിൽ സമ്മേളനം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ രാജ്യത്തിന് അപമാനകരമാണ്. ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉദ്ഘോഷിച്ച ഒരു ജനാധിപത്യത്തിന്റെ മക്കൾ ക്ഷണിക താൽപര്യങ്ങൾ മുന്നിൽ കണ്ട് ശത്രുതയുടെ പാത തിരഞ്ഞെടുക്കുന്നതും മനസ്സുകളിൽ വിഷം വിതക്കുന്ന തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നതും വരും തലമുറകളോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം അഭിപ്രായപ്പെട്ടു. ഇത്തരം നീക്കങ്ങൾക്കെതിരെ യുവാക്കളും യുവജന സംഘടനകളും ജാഗ്രത പുലർത്തണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു.
കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട അറബിക് സർവകലാശാല ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമാപന സമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ത്വാഹാ തങ്ങൾ സഖാഫി അധ്യക്ഷത വഹിച്ചു. KP ഹംസ മുസ്ലിയാർ, PK അബൂബക്കർ മൗലവി പട്ടുവം, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങി പ്രമുഖർ സംസാരിച്ചു. സംഘ് പരിവാറിന്റെ ദളിത് വേട്ട അവസാനിപ്പിക്കുക, രോഹിത് വെമുലയുടെ മരണത്തിനുത്തരവാദികളായ കേന്ദ്രമന്ത്രിമാരെയും ഹൈദരാബാദ് സർവകലാശാല VCയെയും പുറത്താക്കുക എന്നീ ആവശ്യങ്ങളുയർത്തി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ SSF ധർണ. ദളിതർക്കെതിരെ സംഘ് പരിവാർ തുടരുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകളിൽ ബഹുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥികൾക്കെതിരായ വിവേചനവും പ്രതികാര നടപടികളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർക്ക് SSFന്റെ മുഴുവൻ ഘടകങ്ങളും ഇമെയിൽ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. SSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന എക്സലൻസി ടെസ്റ്റ് നാളെ നടക്കും. SSLC +2 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ നടക്കുന്ന മാതൃകാ പരീക്ഷയാണ് എക്സലൻസി ടെസ്റ്റ്. സംസ്ഥാനത്ത് 809 കേന്ദ്രങ്ങളിൽ 74,913 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് മുൻ വർഷങ്ങളിൽ ടെസ്റ്റിന് ലഭിച്ചത്. SSLC വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു 2015 വരെയും പരീക്ഷ എഴുതാൻ അവസരമുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് ഈ വർഷം മുതൽ +2 ഉൾപ്പെടുത്തിയത്. വിദ്യാർത്ഥികളിലെ പരീക്ഷാപേടി ഇല്ലാതാക്കി ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ അവരെ പ്രാപ്തരാക്കുകയാണ് എക്സലൻസി ടെസ്റ്റിന്റെ താൽപര്യം. പരീക്ഷയോടനുബന്ധിച്ച് മുഴുവൻ കേന്ദ്രങ്ങളിലും മോട്ടിവേഷൻ ക്ലാസുകൾ നടക്കും. എക്സലൻസി ടെസ്റ്റ് സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കാലത്ത് 9 മണിക്ക് കാസർകോട് ജില്ലയിലെ മിയപദവ് വിദ്യാവർദ്ധക സ്കൂളിൽ കർണാടക മന്ത്രി UT ഖാദർ നിർവഹിക്കും. SSF പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. M അബ്ദുൽ മജീദ്, മുഹമ്മദ് സഖാഫി പാത്തൂർ, ഉമർ ഓങ്ങല്ലൂർ സംബന്ധിക്കും. ജില്ലാ ഡിവിഷൻ കേന്ദ്രങ്ങളിലും വിപുലമായ ഉദ്ഘാടന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്രസമ്മേളനത്തിൽ CN ജാഫർ സ്വാദിഖ്, സലാഹുദ്ദീൻ അയ്യൂബി, ജാഫർ സ്വാദിഖ് ബായാർ തുടങ്ങിയവർ പങ്കെടുത്തു. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃപരിശീലന ക്യാമ്പ് ലീഡേഴ്സ് സമ്മിറ്റ് കൊണ്ടോട്ടി ബുഹാരി ക്യാമ്പസിൽ നടന്നു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബു ഹനീഫൽ ഫൈസി തന്നല പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരുന്ന ഒരു വർഷക്കാലയളവിൽ ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ആസൂത്രണവും ചർച്ചയും ക്യാമ്പസിൽ നടന്നു. IPB ഡയറക്ടർ M മുഹമ്മദ് സ്വാദിഖ് ക്ലാസ് എടുത്തു. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് M ദുൽഫുഖാർ അലി സഖാഫി, ജനറൽ സെക്രട്ടറി T അബ്ദുൽ നാസർ, ട്രഷറർ സയ്യിദ് മുർത്തദ സഖാഫി, മുഹമ്മദ് ഷെരീഫ് നിസാമി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ മുഷാവറയുടെ നേതൃത്വത്തിൽ ഈ മാസം 26-ന് മലപ്പുറം ടൌൺഹാളിൽ വിപുലമായ പണ്ഡിത സംഗമം നടക്കും. വൈലത്തൂർ ബാവ മുസ്ലിയാരുടെ അനുസ്മരണത്തോടെയാണ് സംഗമം നടക്കുക. രാവിലെ 9:30-ന് വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പണ്ഡിത സംഗമം സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സമസ്ത കേന്ദ്ര സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, വൈലത്തൂർ ബാവ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. അഹ്കാമുൽ ജനായിസ്, പുതുയുഗത്തിൽ അറിഞ്ഞിരിക്കേണ്ടവ എന്ന വിഷയം മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ അവതരിപ്പിക്കും. സംശയ നിവാരണത്തിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേതൃത്വം നൽകും. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, തെനാളൂർ അബ്ദു മുസ്ലിയാർ, തെന്നല അബു ഹനീഫൽ ഫൈസി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, OK അബ്ദുറഷീദ് മുസ്ലിയാർ, മിഖ്ദാദ് ബാക്കവി ചുങ്കത്തറ, KK മുഹമ്മദ് മുസ്ലിയാർ പറപ്പൂർ, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി എന്നിവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർ കോഴക്കേസിൽ ആരോപണ വിധേയനായ മന്ത്രി K ബാബു രാജിവെച്ചു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൊടിയേരിയും ശിവൻകുട്ടിയുമെന്ന് ബാബു. കൊച്ചി മെട്രോയുടെ ട്രയൽ റൺ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേട്ടം കൊയ്ത് മർക്കസ് കാശ്മീരി വിദ്യാർത്ഥികൾ. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന വിസ്ഡം എക്സലൻസി ടെസ്റ്റ് നാളെ. പ്രവർത്തനം കാശ്മീരിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഭീകരവാദ സംഘടനയായ IS. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.